കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വര ഉൾപ്പെടെ 4 സ്ഥലങ്ങളിൽ സൈന്യത്തെ പിൻവലിച്ചുവെന്ന് വ്യക്തമാക്കി ചൈന രംഗത്ത്. അതിർത്തി സ്ഥിതി പൊതുവെ സുസ്ഥിരമാണ്. കൂടാതെ സാഹചര്യം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിയന്ത്രണത്തിലാണെന്നും ചൈന വെള്ളിയാഴ്ച പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ 75% പരിഹരിച്ചുവെന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ചൈനയുടെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതായും ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനിങ് പറഞ്ഞു. സെപ്റ്റംബർ 12-ന് ഡയറക്ടർ വാങ്ങി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി പ്രശ്നങ്ങളിൽ അടുത്തിടെ നടന്ന കൂടിയാലോചനകളിൽ വലിയ പുരോഗതി ഇരുപക്ഷവും ചർച്ച ചെയ്യുകയും ഇരു രാജ്യങ്ങളിലെ നേതാക്കൾ തമ്മിലുള്ള പൊതുവായ ധാരണകൾ നൽകാനും പരസ്പര ധാരണയും വിശ്വാസം വർദ്ധിപ്പിക്കാനും ആശയവിനിമയം നിലനിർത്താനും തീരുമാനമെടുത്തിരുന്നു. കിഴക്ക് ലഡാക്കിലെ സൈനിക തർക്കം മൂലം 4 വർഷത്തിലേറെ മരവിച്ച ഉഭയകക്ഷി ബന്ധം പുനരുജ്ജീവിപ്പിക്കാനുള്ള വഴിത്തിരിവിലേക്ക് ഇന്ത്യയും ചൈനയും എത്തിയെന്ന ചോദ്യത്തിന് ചൈനീസ് ഇന്ത്യൻ സൈനികർ 4 മേഖലകളിൽ നിന്ന് പിൻവലിഞ്ഞതായി ചൈനീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 2020 ജൂണിൽ ഗൽവാൻ താഴ്വര ഏറ്റുമുട്ടലുകൾ ഇന്ത്യ ചൈന ബന്ധത്തെ മുഴുവൻ ബാധിച്ചതായി ജനീവയിലെ ഒരു തിങ്ക് ടാങ്ക് സെഷനിൽ ജയശങ്കർ പറഞ്ഞിരുന്നു. അതിർത്തിയിൽ ആക്രമണം നടത്തുകയും അതിനുശേഷം മറ്റു ബന്ധങ്ങൾ അതിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ കഴിയില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യയുടെ ഭൂമി ചൈന കയ്യേറിയെന്ന വാദം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. യുഎസിലെ നാഷണൽ പ്രസ് ക്ലബിൽ സംസാരിക്കവെയാണ് രാഹുൽ ആരോപണം ഉയർത്തിയത്. ലഡാക്കിലെ 4000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന കയ്യേറിയെന്നും മോദി സർക്കാർ അതിനെ ചേർക്കാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും രാഹുൽ വിമർശിച്ചു. രാജ്യത്തെ മാധ്യമങ്ങൾ പോലും ഇക്കാര്യം ഗൗരവമുള്ള വിഷയമായി ഉയർത്തിക്കാട്ടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ 4000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം അയൽ രാജ്യം കയ്യേറിയാൽ എന്താവും പ്രതികരണം? മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞ് കൈ കഴുകിപ്പോകാൻ ഏതെങ്കിലും പ്രസിഡന്റിന് സാധിക്കുമോ? മോദി ചൈനയെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുവെന്ന് കരുതുന്നില്ലെന്നും ചൈനീസ് പട്ടാളം ഇന്ത്യൻ ഭൂമിയിൽ കഴിയുന്നതിന്റെ കാരണം മനസ്സിലാക്കുന്നില്ലെന്നും രാഹുൽ തുറന്നടിച്ചു. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന കയ്യേറിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും നേരത്തെ ആരോപിച്ചിരുന്നു. മാത്രമല്ല, ലഡാക്കിലെ 65 ഇന്ത്യൻ പട്രോളിംഗ് പോസ്റ്റുകളിൽ 26 ചൈന പിടിച്ചെടുത്തുവെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉയർത്തി. അരുണാചൽ പ്രദേശിനുള്ളിൽ 50-60 കിലോമീറ്റർ വിസ്തൃതിയിൽ ഗ്രാമം നിർമ്മിച്ചിട്ടുണ്ടെന്നും സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഇക്കാര്യം വ്യക്തമാണെന്നും ജയറാം രമേശ് വാദിച്ചു. അരുണാചലിൽ നിന്നുള്ള BJP MP ആയ തപിർഗ ലോക്സഭയിലും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറാൻ ചൈനയെ അനുവദിച്ചിട്ടില്ലെന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.